ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ എങ്ങനെയാണ് ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാൻ പോവാണ്. ഇന്ന് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സെക്ഷൻ 49(1) ആണ്. ക്യാപിറ്റൽ ഗെയിനിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണത്. ഡീംഡ് ഓർ നോഷണൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇത് എന്താണ് ഇതിന്റെ ഒരു ബേസിക് ഐഡിയ എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതായത് നമ്മൾ സെക്ഷൻ 47 പഠിച്ചിരുന്നു. അതായത് ട്രാൻസാക്ഷൻസ് നോട്ട് റിഗാർഡഡ് ആസ് ട്രാൻസ്ഫർ അല്ലെ. ചില സിറ്റുവേഷൻസിൽ ട്രാൻസാക്ഷൻസിനെ നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കുന്നില്ല എന്ന് പറഞ്ഞു. അതായത് അങ്ങനെയുള്ള ട്രാൻസ്ഫേഴ്സ് നടന്നാൽ പോലും അതിനെ നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഗിഫ്റ്റ് ആയിട്ട് ഒരാൾ ഒരു ക്യാപിറ്റൽ അസറ്റ് വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫർ അല്ല അല്ലെ. അത് ട്രാൻസ്ഫർ അല്ല എന്ന് പറയുമ്പോൾ ആരാണോ കൊടുക്കുന്നത് അവർക്ക് അതിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുന്നില്ല. ഓക്കെ, അത് നമുക്ക് പ്രശ്നമുള്ള നല്ല കാര്യമെന്ന് നമ്മൾ വിചാരിച്ചു. ഇനി അതിൽ വേറൊരു പോയിന്റ് നമ്മൾ നോക്കാനുള്ളത്, ഇപ്പൊ ഫ്രീ ആയിട്ട് ഒരാൾക്ക് കിട്ടിയല്ലോ, ചിലപ്പോൾ അയാൾ ഈ ക്യാപിറ്റൽ അസറ്റ് കയ്യിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണം എന്നില്ലല്ലോ. അയാൾക്ക് അത് വിൽക്കാൻ ഒരു ആഗ്രഹം തോന്നിയേക്കാം ഇൻ ഫ്യൂച്ചർ മേ ബി. അപ്പൊ വിൽക്കണം എന്നില്ല, പിന്നീട് ഒരിക്കൽ അയാൾക്ക് വിൽക്കാൻ തോന്നി എന്ന് വിചാരിക്കാം. അയാൾ വിൽക്കുന്ന സമയത്ത് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കണക്കാക്കുമ്പോൾ എന്താണ് നമ്മുടെ പ്രോഫിറ്റ് അറൈവ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത്? സെയിൽസ് കൺസിഡറേഷൻ അല്ലെ, നെറ്റ് സെയിൽ കൺസിഡറേഷൻ മൈനസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇൻ സിമ്പിൾ ടേംസ് അല്ലെ, സെയിൽ കൺസിഡറേഷൻ മൈനസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. പക്ഷെ ഇപ്പോ എന്താ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഈ അസറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ, നമുക്ക് ഒരു കാശും ചെലവൊന്നും വന്നിട്ടില്ല. അപ്പൊ എങ്ങനെ നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കും? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നില്ലായിട്ട് എടുക്കുകയാണോ വേണ്ടത്? അല്ല, അവിടെ വേറെ എന്തെങ്കിലും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പറഞ്ഞ് നമുക്കൊരു എമൗണ്ട് ഇടാൻ പറ്റുമോ? കാരണം നമ്മൾ അവിടെ നില്ലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസ് എന്താണ്? നമ്മൾ നില്ലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഹ്യൂജ് ക്യാപിറ്റൽ ഗെയിൻ വരും അല്ലെ. സെയിൽസ് കൺസിഡറേഷൻ, നെറ്റ് സെയിൽ കൺസിഡറേഷൻ ഫുള്ളി നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരും. അപ്പൊ അതിന് നമുക്ക് ഹ്യൂജ് ടാക്സും വരും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്താണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്നാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അപ്പൊ സെക്ഷൻ 49 ഡിസ്കസസ് അബൌട്ട് ഡീംഡ് ഓർ നോഷണൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അതായത് ആക്ച്വൽ കോസ്റ്റ് ഇല്ല, പക്ഷേ നമ്മൾ ഒരു എമൗണ്ടിനെ ഡീംഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ആക്ച്വലി അത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ല എങ്കിലും നമുക്ക് ഒരു എമൗണ്ടിനെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കാനുള്ള ഒരു അവസരം തന്നിരിക്കുകയാണ്. അതാണ് ഡീംഡ് അല്ലെങ്കിൽ നോഷണൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഏതൊക്കെയാന്നുള്ളത് നോക്കാം. അതിൽ രണ്ട് കേസസ് ആയിട്ട് തന്നിട്ട്, കേസ് എ ആസ് വെൽ ആസ് കേസ് ബി. കേസ് എ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദ പ്രീവിയസ് ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി ഷാൽ ബി ഡീംഡ് ടു ബി ദി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഫോർ ദി അസസി. പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അസസിക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കാം. അതായത് ഇപ്പൊ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ അസറ്റ് ആണെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. ഫ്രീ ആയിട്ട് കിട്ടിയ കേസിൽ എനിക്ക് ആക്ച്വലി ഒരു രൂപ പോലും ചെലവ് വന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നില്ലാണ്. പക്ഷെ എനിക്ക് എന്തിനുള്ള ഓപ്ഷൻ ഉണ്ട്? എന്റെ പ്രീവിയസ് ഓണർ എന്ന് പറഞ്ഞാല് ഇങ്ങനെയുള്ള വഴികളിലൂടെ അല്ലാതെ, അതായത് ഈ താഴത്ത് പറഞ്ഞിട്ടുള്ള ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള വഴികളിലൂടെ അല്ലാതെ അസറ്റ് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിനെയാണ് നമ്മൾ പ്രീവിയസ് ഓണർ എന്ന് പറയുന്നത്. ഇനി അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ ഒരു സൗകര്യത്തിന് ഇങ്ങനെ മനസ്സിലാക്കുക. എനിക്ക് ആരാണോ അസറ്റ് തന്നത് അവർക്ക് എന്തായിരുന്നു ആക്ച്വൽ കോസ്റ്റ്, അതന്നെ എനിക്കും കോസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കിപ്പോ ഒരാള് ഒരു വീട് തന്നു വിചാരിക്കുക. ആ വീട് അയാള് ഒരു 2010 ഒരു 20 lakhs വാങ്ങിച്ചതാണ്. ഇപ്പൊ 2020 എനിക്ക് ആ പ്രോപ്പർട്ടി തന്നു. ഓക്കെ, ഇനി ഞാൻ 2022 ഈ അസറ്റ് ഞാൻ വിൽക്കാൻ പോവാണെങ്കിൽ, ഈ അസറ്റ് ഞാൻ വിൽക്കുമ്പോൾ എനിക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്റെ കയ്യിൽ അത് നില്ലാണ്, കാരണം എനിക്കിത് ഫ്രീ ആയി കിട്ടിയതാണ്. പക്ഷെ പ്രീവിയസ് ഓണറുടെ കോസ്റ്റ്, അതായത് പ്രീവിയസ് ഓണർക്ക് അന്ന് 20 lakhs ആയിരുന്നു ചെലവ് എന്നാണ് പറഞ്ഞിരുന്നത് അല്ലെ. അപ്പൊ ആ 20 lakhs എനിക്ക് എന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. അതാണ് ഇൻ സിമ്പിൾ സെൻസ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ പ്രീവിയസ് ഓണർക്ക് എന്താണോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വന്നത് അത് നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. അത് ഏതൊക്കെ സിറ്റുവേഷനിൽ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, അസറ്റ്സ് റിസീവ്ഡ് ഓൺ ടോട്ടൽ ഓർ പാർഷ്യൽ പാർട്ടീഷൻ ഓഫ് HUF. HUFന്റെ പാർട്ടീഷനെ നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് HUF അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താ പറയാ, ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് അല്ല, ട്രാൻസ്ഫർ എന്നുള്ളതിൽ വരുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ HUFൽ ഏതെങ്കിലും മെമ്പർക്ക് എന്തെങ്കിലും ഒരു അസറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അയാൾ ആ അസറ്റ് വിൽക്കുന്ന സമയത്ത് ആക്ച്വലി ആ മെമ്പർക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ലായിരുന്നു, പക്ഷെ HUFന്റെ കയ്യിൽ എന്തായിരുന്നോ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അത് അയാൾക്കും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കാവുന്നതാണ്. അതാണ് ഫസ്റ്റത്തെ കേസ്.
രണ്ടാമത്തെ കേസ് അസറ്റ് റിസീവ്ഡ് അണ്ടർ ഗിഫ്റ്റ് ഓർ വിൽ. ഇപ്പൊ പറഞ്ഞൊരു സിറ്റുവേഷൻ, ഗിഫ്റ്റ് ആയിട്ടോ വില്ലിലൂടെയോ എനിക്ക് എന്തെങ്കിലും അസറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നില്ലാണ്. പക്ഷെ എനിക്ക് എന്തെടുക്കാം, എന്റെ പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് എന്തായിരുന്നോ, എനിക്ക് ഇത് തന്ന ആൾക്ക് എന്തെങ്കിലും ഒരു കോസ്റ്റ് വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അയാൾക്ക് എന്താണോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഉണ്ടായിരുന്നത് അതന്നെ എനിക്കും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കാവുന്നതാണ്. അടുത്തത് അസറ്റ് റിസീവ്ഡ് ബൈ സക്സഷൻ, ഇൻഹെറിറ്റൻസ് ഓർ ഡിവല്യൂഷൻ. സക്സഷൻ, ഇൻഹെറിറ്റൻസ്, ഡിവല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പൊ അച്ഛന്റെ സ്വത്ത് മക്കൾക്ക് പോകുന്നത്, അങ്ങനെ ആ നമ്മൾ പറയില്ലേ പാരമ്പര്യമായിട്ട് ആ സ്വത്ത് ഇങ്ങനെ കൈമാറി വരുന്ന ആ ഒരു സംഭവത്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സക്സഷൻ ആയിക്കോട്ടെ, ഇൻഹെറിറ്റൻസ് ആയിക്കോട്ടെ, ഡിവല്യൂഷൻ ഒക്കെ ഒരേ മീനിങ് ഒക്കെ തന്നെയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് വല്ല അസറ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതായിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ പ്രീവിയസ് ഓണർക്ക് എന്താണോ കോസ്റ്റ് വന്നിരിക്കുന്നത് അതേ കോസ്റ്റ് നമുക്കും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. അടുത്തത് അസറ്റ് റിസീവ്ഡ് ഓൺ ഡിസൊല്യൂഷൻ ഓഫ് ഫേം, BOI, AOP. അതായത് ഒരു ഫേമിന്റെ ഡിസൊല്യൂഷൻ സമയത്ത് പാർട്ട്നേഴ്സിന് എന്തെങ്കിലും അസറ്റ് വിധിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ അതിന്റെയൊക്കെ ഡിസൊല്യൂഷൻ സമയത്ത് അവിടുത്തെ മെമ്പേഴ്സിന് എന്തെങ്കിലും അസറ്റ്സ് കിട്ടുകയാണെങ്കിൽ അവർക്ക് അത് ഫ്രീ ആയിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ അവർക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഈ ഫേമിന്റെ കയ്യിൽ എന്തായിരുന്നോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, അല്ലെങ്കിൽ BOIന്റെ കയ്യിൽ എന്തായിരുന്നോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, അല്ലെങ്കിൽ AOPയുടെ കയ്യിൽ എന്തായിരുന്നോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അതിനെ തന്നെ അവർക്കും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഐഡിയ വന്നു എന്ന് വിചാരിക്കണു. എന്നാലും ഞാൻ ഓരോന്നും ഒന്നുകൂടെ പറയണമെന്നേ ഉള്ളൂ. അതായത് ഇൻ സിമ്പിൾ സെൻസ് നമ്മൾ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്കിപ്പോ ഇവിടെ ഫ്രീ ആയിട്ടാണ് അസറ്റ് കിട്ടിയിരിക്കുന്നത് അല്ലെ. ഈ വഴികളിലൂടെയൊക്കെയാണ് നമുക്ക് അസറ്റ് കിട്ടിയിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഫ്രീ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്, നമുക്ക് ചിലവൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇനി അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഈ വഴികളിലൂടെയൊക്കെയാണ് നമുക്ക് അസറ്റ് കിട്ടിയതെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് ആയിരിക്കും. അതായത് നമുക്ക് ആരാണോ തന്നത് അവരുടെ കോസ്റ്റ് ആയിരിക്കും. അല്ല ഇനിയിപ്പോ അവർക്കും ഫ്രീ ആയിട്ടാണ് കിട്ടിയത് എന്നുണ്ടെങ്കിലോ അവർക്ക് ഒരാളുടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അവർക്കുള്ള കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിരിക്കും. ഓക്കെ, ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് അതും ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഒന്നുകൂടെ മനസ്സിലാവും. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. കാരണം ഇത് നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരാം. അതുകൊണ്ട് എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗം തന്നെയാണ്. അടുത്തത് അസറ്റ് റിസീവ്ഡ് ഓൺ ലിക്വിഡേഷൻ ഓഫ് എ കമ്പനി. കമ്പനിയുടെ ലിക്വിഡേഷൻ സമയത്ത് അസറ്റ്സ് വല്ലതും കിട്ടുകയാണെങ്കിൽ അതിലും ഇതേ രീതിയിൽ തന്നെയായിരിക്കും. പിന്നെ ലിക്വിഡേഷൻ ഓഫ് കമ്പനിയുടെ കേസ് നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോബ്ലം ഒക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അത് ലേറ്റർ ഓൺ, ഈ ചാപ്റ്ററിന്റെ ലേറ്റർ ഓൺ നമ്മൾ പഠിക്കും. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. പിന്നെ അസറ്റ് റിസീവ്ഡ് അണ്ടർ എ ട്രസ്റ്റ്. ട്രസ്റ്റ് എന്ന് വെച്ചാൽ അന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു എന്താണ് ട്രസ്റ്റ് എന്നുള്ളത്. അപ്പൊ ട്രസ്റ്റിലൂടെ എനിക്ക് എന്തെങ്കിലും അസറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് റിവോക്കബിൾ ട്രസ്റ്റോ ഇറിവോക്കബിൾ ട്രസ്റ്റോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിലും എനിക്ക് ട്രസ്റ്റിലൂടെ വല്ല അസറ്റും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഒന്നും ഉണ്ടായിണ്ടാവില്ല. അപ്പൊ എനിക്ക് പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് തന്നെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. അടുത്തത് അസറ്റ് റിസീവ്ഡ് അണ്ടർ ബിസിനസ് റീഓർഗനൈസേഷൻ സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻസ്. ആക്ച്വലി ബിസിനസ് റീഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ സിലബസിൽ വരുന്നതാണ്. അപ്പൊ അതിന്റെ പ്രോബ്ലം ഒന്നും നമുക്ക് ടെക്സ്റ്റിലില്ല, അത് നിങ്ങൾക്ക് ഫൈനലിലാണ് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ബിസിനസ് റീഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അത് കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ആ കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്ന സിറ്റുവേഷനിലാണ് അത് ട്രാൻസ്ഫർ അല്ലാതാവുന്നുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് അത്ര ഡീറ്റെയിൽഡ് ആയിട്ടില്ല, എന്നാൽ ഇതിൽ പറഞ്ഞ പോയിന്റ് മാത്രം ഒന്ന് പറഞ്ഞു വിടാം. അതായത് അസറ്റ് റിസീവ്ഡ് ബൈ എ 100% ഇന്ത്യൻ സബ്സിഡറി കമ്പനി ഫ്രം ഇറ്റ്സ് ഹോൾഡിംഗ് കമ്പനി. ഒരു ഇന്ത്യൻ സബ്സിഡറി കമ്പനിക്ക് അതിന്റെ ഹോൾഡിംഗ് കമ്പനിയുടെ കയ്യിൽ നിന്ന് ഒരു അസറ്റ് കിട്ടുകയാണെങ്കിൽ, പ്രൊവൈഡഡ് ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ ഇന്ത്യൻ സബ്സിഡറി എന്ന് പറയുന്നത് 100% സബ്സിഡറി ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഹോൾഡിംഗ് കമ്പനിക്ക് അസറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഒരു കേസിൽ, അതല്ലെങ്കിൽ അമാൽഗമേഷൻ സമയത്ത് അമാൽഗമേറ്റഡ് കമ്പനിക്ക് കിട്ടുമ്പോൾ, അതുപോലെ തന്നെ കമ്പനി LLP ആയി മാറുന്ന സമയത്ത് LLPക്ക് കിട്ടുന്നത്. അപ്പൊ അതിൽ വേറെയും കുറെ കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ആ കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ട്രാൻസ്ഫർ അല്ലാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ട്രാൻസ്ഫർ അല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് എടുക്കാൻ പറ്റും. അടുത്തത് അസറ്റ് ബീങ് എ സെൽഫ് അക്വയർഡ് പ്രോപ്പർട്ടി ഓഫ് എ മെമ്പർ റിസീവ്ഡ് ബൈ എൻ HUF ഫ്രം ഇറ്റ്സ് മെമ്പർ. അതായത് ഒരു മെമ്പർ, HUFിലെ ഒരു മെമ്പർ അയാളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി HUFന് കൈമാറുകയാണ്. അതായത് മെമ്പർ അയാളുടെ സ്വന്തം പേഴ്സണൽ പ്രോപ്പർട്ടി, അയാൾ സ്വയം വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടി HUFിലേക്ക് കൊടുക്കുകയാണ്. ഇനി ഇത് ഫാമിലിയുടെ അസറ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് HUFിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കേസിലും HUFന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മെമ്പർക്ക് എന്താണോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അതിനെ HUFന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കാൻ സാധിക്കും. അപ്പോ ഇത്രയും കേസസ് ആണ് കേസ് എയിൽ നമുക്ക് പറയുന്നത് പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് എടുക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ പോയിന്റ്സ് എല്ലാം തന്നെ പഠിച്ചു വെക്കുക. അടുത്തത് നമുക്ക് കേസ് ബിയിലോട്ട് പോവാം. അവിടെ എന്താണ് ഡീംഡ് ഓർ നോഷണൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നതെന്ന് നോക്കാം.
കേസ് ബിയിൽ പറയുന്നത് ഇൻ സർട്ടൻ കേസസ് സ്റ്റേറ്റഡ് ബിലോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദ ക്യാപിറ്റൽ അസറ്റ് ഷാൽ ബി. അപ്പോൾ അത് ചില സർട്ടൻ കേസസ് ഉണ്ട്. അപ്പൊ ആ കേസസിൽ എങ്ങനെയാണോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്നുള്ളത് നോക്കാം. അതായത് ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു. ഇപ്പൊ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ വാങ്ങിച്ചു, ലേറ്റർ ഓൺ അത് കൺവേർട്ടിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു വിചാരിക്കാം. ഞാനിപ്പോ വാങ്ങിച്ചത് പ്രിഫറൻസ് ഷെയർസ് ആണ്, ലേറ്റർ ഓൺ അത് ഞാൻ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്തു, എനിക്കത് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കമ്പനി തന്നിരുന്നു. അപ്പോൾ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എനിക്ക് ഫ്രീ ആയിട്ടാണ് ആ കൺവേർഷൻ നടക്കുന്നത്, എനിക്ക് അവിടെ എക്സ്ട്രാ ചെലവൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഞാൻ വിൽക്കുന്നത് ഇക്വിറ്റി ഷെയർ ആണ്. അപ്പൊ ആ ഒരു കേസിൽ ഇക്വിറ്റി ഷെയറിന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല, പക്ഷെ എനിക്ക് പ്രിഫറൻസ് ഷെയറിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്തായിരുന്നോ അതന്നെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട്, അതായത് ഇക്വിറ്റി ഷെയറിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കാവുന്നതാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഞാൻ വാങ്ങിച്ച സാധനം പ്രിഫറൻസ് ഷെയർ ആണ്, അത് ഇക്വിറ്റി ഷെയർ ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഓപ്ഷൻ കിട്ടിയപ്പോൾ ഞാൻ അതിനെ ഇക്വിറ്റി ഷെയർ ആക്കി കൺവേർട്ട് ചെയ്തു. അപ്പൊ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കോസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഞാൻ വിൽക്കുന്ന സാധനം പ്രിഫറൻസ് ഷെയർ അല്ല, ഞാൻ വിൽക്കുന്ന സാധനം എന്താണ്? ഇക്വിറ്റി ഷെയർ ആണ് അല്ലെ? അപ്പൊ ഇക്വിറ്റി ഷെയർ എനിക്ക് കിട്ടാൻ യാതൊരു ചെലവും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് കൺവേർട്ട് ചെയ്തിട്ടല്ലേ ഇക്വിറ്റി ഷെയർ ആയത്, അതുകൊണ്ട് തന്നെ പ്രിഫറൻസ് ഷെയർ വാങ്ങിക്കാൻ എനിക്ക് എന്താണോ ചെലവുണ്ടായത് അതിനെ എനിക്ക് എന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കാം. അതിൽ തന്നെ ഒരു പോയിന്റും കൂടെ പറയുന്നുണ്ട്. സിമിലർലി ദ കോസ്റ്റ് ഓഫ് യൂണിറ്റ്സ് ഇൻ കൺസോളിഡേറ്റിംഗ് പ്ലാൻ ഓഫ് സ്കീം ഓഫ് മ്യൂച്വൽ ഫണ്ട് ഷാൽ ബി ഡീം ടു ബി ദ കോസ്റ്റ് ഓഫ് യൂണിറ്റ്സ് ഇൻ കൺസോളിഡേറ്റഡ് പ്ലാൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് സ്കീം. അപ്പൊ മ്യൂച്വൽ ഫണ്ടിൽ കൺസോളിഡേറ്റഡ് പ്ലാൻ, അങ്ങനെ ഒരു സ്കീം കൺസോളിഡേറ്റഡ് പ്ലാൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് സ്കീം, അങ്ങനെ ഒരു സ്കീമിന്റെ സിറ്റുവേഷനിൽ നമുക്ക് എന്താണോ, അതിപ്പോ ഈ ഒരു പെർട്ടിക്കുലർ കേസിലാണ് അവർ പറയുന്നത്. അപ്പോൾ ആ യൂണിറ്റ്സ് വാങ്ങിക്കാൻ നമുക്ക് എന്താണോ എക്സ്പെൻസ് ഉണ്ടായിട്ടുള്ളത് അതന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കാം എന്നുള്ളത്. അപ്പൊ ഇതും ഈ ഒരു പോയിന്റ് മാത്രം, അതായത് ഈ സെക്കൻഡ് പോയിന്റ് മ്യൂച്വൽ ഫണ്ടിന്റെ ആ ഒരു കേസ് പറഞ്ഞത് അത് മാത്രം ഫൈനൽ ലെവലിലേക്ക് ഉള്ളതാണ്. അപ്പൊ അത് അത്രയ്ക്ക് പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഇക്വിറ്റി ഷെയറിന്റെ കൺവേർഷൻ നോക്കി നോക്കി, അത് ചിലപ്പോൾ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരാതുള്ളതാണ്. ഓക്കെ, അടുത്തത് അസറ്റ് കവേർഡ് അണ്ടർ സെക്ഷൻ 56(2)(10). അത് നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ള ചാപ്റ്ററിലാണ് വരുന്നത്. അപ്പൊ അത് അവിടെ പഠിക്കുമ്പോൾ ഇവിടെയായിട്ട് കണക്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം. തൽക്കാലത്തേക്ക് ഞാൻ അതിപ്പോ പറയുന്നില്ല. കൺവേർഷൻ ഓഫ് ഇൻവെന്ററി ഇൻടു ക്യാപിറ്റൽ അസറ്റ്, നമ്മുടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് വല്ലതും നമ്മൾ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്നുള്ളത്, അപ്പൊ അതും നമുക്ക് ലേറ്റർ ഓൺ വലിയൊരു ടോപ്പിക് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വരുന്നുണ്ട്. അത് അപ്പൊ പറഞ്ഞുതരാം, അതും അവിടെ ഇരുന്നോട്ടെ. ഈ രണ്ട് പോയിന്റ് മാത്രം നമ്മൾ തൽക്കാലത്തേക്ക് ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അത് ഞാൻ പിന്നെ പറഞ്ഞിരുന്നതായിരിക്കും. അടുത്ത ടോപ്പിക്, അടുത്ത പോയിന്റ്, where the capital asset being share or shares of a company is acquired by a non-resident assessee on redemption of global depository receipts referred to in section 115 AC 1B held by such assessee, the cost of acquisition of the share or shares shall be the price of such share or shares prevailing on any recognized stock exchange on the date on which such a request for such redemption was made. അതായത് GDR എന്ന് വെച്ചാൽ എന്താന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. കമ്പനി ലോയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അപ്പൊ ഈ GDRന്റെ കേസിൽ നമ്മൾ GDR റിഡീം ചെയ്തിട്ട് ആക്ച്വലി ആ കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കാൻ പോവാന്ന് വിചാരിക്കാം. അപ്പോൾ നോൺ റെസിഡന്റ് അസസി, ഒരു നോൺ റെസിഡന്റ് അസസി അയാളുടെ കയ്യിലുള്ള GDR റിഡീം ചെയ്യാണ്, എന്നിട്ട് പകരം ആ കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കുകയാണ്. അയാൾക്ക് പകരം കമ്പനിയുടെ ഷെയർസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും പ്രൊവൈഡഡ് ഈ സെക്ഷനിൽ പറയുന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. അപ്പൊ ആ സെക്ഷൻ എന്താണെന്നൊന്നും നമുക്ക് ചിലപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു കേസ് ആണെങ്കിൽ അത് നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു അതും ഫൈനൽ സിലബസിലായിരിക്കാം ഈ സെക്ഷൻ ഒക്കെ. അപ്പോൾ അതപ്പോൾ പഠിക്കാം. തൽക്കാലത്തേക്ക് പ്രൊവിഷൻ മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ സെക്ഷൻ 115 AC 1B പ്രകാരം ഞാനിത് GDR റിഡീം ചെയ്ത് പകരം ഷെയർ എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ എന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷാൽ ബി ദ പ്രൈസ് ഓഫ് സച്ച് ഷെയർ ഓർ ഷെയർസ് പ്രിവെയിലിംഗ് ഓൺ എനി റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓൺ ദ ഡേറ്റ് ഓൺ വിച്ച് സച്ച് എ റിക്വസ്റ്റ് ഫോർ റിഡംഷൻ വാസ് മെയ്ഡ്. ഞാൻ റിഡീം ചെയ്യാനുള്ള റിക്വസ്റ്റ് എന്നാണോ കൊടുക്കുന്നത് ആ ഡേറ്റിൽ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആ ഷെയർസിന്റെ പ്രൈസ് എന്താണോ അതാണ് എന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഞാൻ GDR റിഡീം ചെയ്ത് പകരം ആ കമ്പനിയുടെ തന്നെ ഷെയർസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഷെയർസ് പകരം കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഷെയർസിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഞാൻ റിഡംഷൻ ഉള്ള ആ റിക്വസ്റ്റ് കൊടുക്കുന്ന ഡേറ്റിൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്താണോ ആ ഷെയറിന് വിലയുള്ളത് ആ വിലയാണ് ഞാൻ എന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കേണ്ടത്. പിന്നെ ഇതേ സിറ്റുവേഷനിൽ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത്, അതായത് ഈ അസറ്റിന്റെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് എന്നാണോ ഞാൻ റിഡംഷന്റെ റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ളത് ആ ഡേറ്റ് മുതലാണ് ആ എനിക്കിപ്പോ കിട്ടിയ ഷെയർസിന്റെ ഹോൾഡിംഗ് പീരീഡും ഞാൻ കണക്കാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഒന്നും നമുക്ക് പ്രോബ്ലം ഒന്നും ഇല്ല. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഇമ്പോർട്ടൻസിൽ നിങ്ങൾ പഠിച്ചാൽ മതി. പോയിന്റ് ഒന്ന് വായിച്ചു വെക്കുക. ചിലപ്പോൾ ഇനിയിപ്പോൾ വൺ വേർഡ് അങ്ങനെയുള്ളതിലൊക്കെ ചിലപ്പോൾ ചോദിക്കാം, അത്രേ വരുള്ളൂ.
അടുത്ത പോയിന്റ്, ഇൻ കേസ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് ബീയിങ് ഡിക്ലെയർഡ് അണ്ടർ ദ ഇൻകം ഡിക്ലറേഷൻ സ്കീം 2016 and the tax surcharge and penalty have been paid as per the scheme on fair market value of the asset as on the date of commencement of the scheme, the cost of acquisition of the asset shall be deemed to be the fair market value of the asset which has been taken into account for the purpose of the said scheme. ഇൻകം ഡിക്ലറേഷൻ സ്കീം എന്നുള്ളത് 2016 ആ പേരിലുള്ള പോലെ തന്നെ 2016 സമയത്ത് കൊണ്ടുവന്ന ഒരു സ്കീമായിരുന്നു. അതെന്താന്ന് വെച്ചാൽ നമുക്ക് വല്ല ഇൻകവും, അതായത് ഇപ്പോൾ 2016 മുന്നത്തെ ഏതെങ്കിലും കൊല്ലത്തെ ഇൻകം വല്ലതും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കത് സ്വമേധയാ, നമ്മളിപ്പോൾ ടാക്സ് അടയ്ക്കാത്ത ഇൻകം ആണെങ്കിൽ അതൊക്കെ നമുക്ക് ഡിക്ലെയർ ചെയ്തിട്ട് അതിന് ടാക്സ് അടയ്ക്കാനുള്ള ഒരു അവസരമായിരുന്നു. അപ്പോൾ അവരായിട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അൺഡിസ്ക്ലോസ്ഡ് ഇൻകം എന്ന് പറഞ്ഞ് പഠിച്ചല്ലോ, അപ്പൊ അതിൽ പറയുന്ന പോലെ നമുക്ക് നല്ലോണം ടാക്സ് വരും അല്ലെ. അപ്പോ നമ്മളായിട്ട് സ്വമേധയാ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ടാക്സ് വരില്ല, എന്നാലും ഇതിലും ഉണ്ടായിരുന്നു ഏകദേശം നല്ലൊരു റേറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ 60% ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അത്രത്തോളം ഒക്കെ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ കൺസീൽഡ് ഇൻകം നമ്മളായിട്ട് തന്നെ ഡിക്ലെയർ ചെയ്യാൻ തയ്യാറാവുന്ന ഒരു സ്കീമാണിത്. നമുക്ക് തന്നെ സ്വമേധയാ എനിക്ക് ഇത്ര പണ്ടത്തെയൊക്കെ ഇൻകം ഇത്രയുണ്ട്, ഞാൻ ഇത്രയും കാലം ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നു. അപ്പൊ അങ്ങനെ ആ സ്കീം പ്രകാരം നമ്മൾ വല്ല ക്യാപിറ്റൽ അസറ്റ് വല്ലതുമാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത് വിചാരിക്കുക. അതായത് എനിക്ക് ഇങ്ങനെ ഒരു ക്യാപിറ്റൽ അസറ്റ് ഞാൻ വാങ്ങിച്ചു, അതിന്റെ ഇൻകം ഞാൻ എവിടെയും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വല്ല ക്യാപിറ്റൽ അസറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകം ആണ് നമ്മൾ സ്കീമിൽ ഡിക്ലെയർ ചെയ്തതെന്നുണ്ടെങ്കിൽ, അപ്പൊ ആ സ്കീം പ്രകാരം നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്തുള്ള, അതായത് 1/6/2016 ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് നമ്മൾ ആ സ്കീം പ്രകാരം അവർ ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് ഡിക്ലെയർ ചെയ്തിട്ട് അതിന്റെ മേലെയാണ് ടാക്സ് അടച്ചിട്ടുള്ളതെങ്കിൽ, ഇനി അതേ ക്യാപിറ്റൽ അസറ്റ് നമ്മൾ വിൽക്കുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് നമ്മുടെ യഥാർത്ഥ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുക്കേണ്ട, പകരം 1/6/2016 ആ ഫെയർ മാർക്കറ്റ് വാല്യൂവിനെ തന്നെ നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കാം. കാരണം എന്താ വെച്ചാൽ എനിവേ 1/6/2016 ഫെയർ മാർക്കറ്റ് വാല്യൂ കൂടുതൽ തന്നെ ആയിരിക്കും. അപ്പൊ ഞാൻ വാങ്ങിച്ച വില ആയിരിക്കില്ല എന്തായാലും ആ ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിട്ട് വരാൻ പോകുന്നത്, അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഫെയർ മാർക്കറ്റ് വാല്യൂ വന്നിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഫെയർ മാർക്കറ്റ് വാല്യൂവിന് ഞാൻ ഈ സ്കീം പ്രകാരം ടാക്സും അടച്ചതുകൊണ്ട് തന്നെ ആ ഫെയർ മാർക്കറ്റ് വാല്യൂവിനെ തന്നെ എന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കാൻ പറ്റും ഈ ഒരു സിറ്റുവേഷനിൽ. അതായത് ഇൻകം ഡിക്ലറേഷൻ സ്കീം പ്രകാരം ഡിക്ലെയർ ചെയ്ത അസറ്റ് ആണെങ്കിൽ അത് വിൽക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രോബ്ലം നമുക്ക് ടെക്സ്റ്റിൽ ഉണ്ടോന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ എന്തായാലും ഡിസ്കസ് ചെയ്യാം. അടുത്തത്, where the capital asset being a unit of a business trust became the property of the assessee in consideration of a transfer as referred to in section 47(17), the cost of acquisition of the asset shall be deemed to be the cost of acquisition to him of the share referred to in section 47(17). അപ്പൊ ഇതും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതല്ല ഈ പോയിന്റ്. അപ്പോ ഇതിൽ പറയുന്ന കാര്യം മാത്രം പറഞ്ഞിട്ട് വിടാം, പ്രോബ്ലം ഒന്നും എന്തായാലും ഉണ്ടാവില്ല. വേറെ ക്യാപിറ്റൽ അസറ്റ് ബീങ് എ യൂണിറ്റ് ഓഫ് എ ബിസിനസ് ട്രസ്റ്റ്, ഒരു ബിസിനസ് ട്രസ്റ്റ് യൂണിറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ അസറ്റ് എന്ന് വിചാരിക്കുക. അത് നമുക്ക് ഒരു ട്രാൻസ്ഫർ വഴിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സെക്ഷൻ 47(17) പറഞ്ഞിട്ടുള്ള ഒരു വഴിയിലൂടെ നമുക്ക് അതിൽ പറഞ്ഞിട്ടുള്ള പോലെയാണ് നമുക്ക് ട്രാൻസ്ഫർ ആയിട്ട് കിട്ടിയതെങ്കിൽ, അതിൽ അവിടുത്തെ സെക്ഷൻ 47(17) നമുക്ക് ഷെയർ വാങ്ങിക്കാൻ എന്താണോ ചെലവ് വന്നിട്ടുള്ളത് അതന്നെയാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ടും എടുക്കേണ്ടത്. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഷെയർ കിട്ടുന്ന സമയത്ത് നമുക്ക് എന്താണോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഉണ്ടായിരുന്നത് അതന്നെയാണ് ഈ യൂണിറ്റിന്റെ കേസിലും നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ എനിവേ അത് അത്ര ഇമ്പോർട്ടന്റ് പോയിന്റ് അല്ല, ബാക്കിയുള്ള പോയിന്റ്സ് ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത് എനിവേ പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ സെക്ഷൻ 49 ഡീംഡ് ഓർ നോഷണൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്നുള്ളതിൽ കേസ് എയും കേസ് ബിയും എന്ന് പറഞ്ഞ് രണ്ടെണ്ണമായിട്ട് പഠിച്ചു. കേസ് എയിൽ നമ്മൾ പഠിച്ചത് പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കുന്ന കേസസ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ അത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്, ഇതെന്തായാലും പഠിച്ചു വെക്കുക. പിന്നെ കേസ് ബിയിൽ ചില പെർട്ടിക്കുലർ സിറ്റുവേഷൻസ് ആയിരുന്നു, ആ സിറ്റുവേഷൻസിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളത്. അപ്പൊ അതിൽ പ്രിഫറൻസ് ഷെയർ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ, പിന്നെ അടുത്തത് രണ്ടെണ്ണം നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയാണ് സെക്ഷൻ 49(1) പറയുന്നത്. ഇനി അതിന്റെ കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിലുണ്ട്, അതും കൂടെ നോക്കിയിട്ട് നമുക്ക് പ്രോബ്ലം നോക്കാം. അപ്പൊ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് സെക്ഷൻ 49(1) ഡിസ്കസ്ഡ് ബിലോ. അപ്പൊ നമ്മൾ അതിൽ കേസ് എയിൽ പഠിച്ചല്ലോ, അതായത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദി അസറ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് പ്രീവിയസ് ഓണർ അസർട്ടൈനബിൾ ആണെങ്കിൽ നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് പ്രീവിയസ് ഓണർ എടുക്കും. ഇൻ കേസ് പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമുക്ക് അറിയില്ല വിചാരിക്കുക, അൺഅസർട്ടൈനബിൾ ആണ്,
അവർക്ക് എത്ര രൂപയ്ക്കാണ് ഇത് കിട്ടിയത് എന്നുള്ളത് നമുക്കറിയില്ല. ഇൻ കേസ് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ആധാരത്തിന്റെ കോപ്പിയൊന്നും ഇല്ല വിചാരിക്കും. ഇപ്പോൾ ലാൻഡോ ബിൽഡിംഗോ അങ്ങനെയുള്ള സാധനങ്ങളാണെങ്കിൽ ആധാരത്തിന്റെ കോപ്പിയൊന്നും ഇല്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി അസറ്റ് ഓൺ ദ ഡേറ്റ് ഓൺ വിച്ച് പ്രീവിയസ് ഓണർ ഹാഡ് അക്വയർഡ് ദ സെയിം. പ്രീവിയസ് ഓണർ അത് വാങ്ങിച്ച ഡേറ്റ് ഉണ്ടാവുമല്ലോ, ആ ഡേറ്റിൽ എന്താണോ ഫെയർ മാർക്കറ്റ് വാല്യൂ, ആ ഫെയർ മാർക്കറ്റ് വാല്യൂവിനെ നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഡേറ്റ് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഡേറ്റും കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ടാവില്ല, ചിലപ്പോൾ ഇന്ന കൊല്ലം എന്നൊക്കെ അറിയുന്നുണ്ടാവുള്ളൂ. അപ്പൊ ആ കൊല്ലത്തിൽ ഏകദേശം ഡേറ്റ് കണക്കാക്കിയിട്ട് ആ ഡേറ്റിൽ എന്താണോ ആ അസറ്റിന് ഫെയർ മാർക്കറ്റ് വാല്യൂ വരുന്നത് അതിനെ നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. പ്രൊവൈഡഡ് പ്രീവിയസ് ഓണർക്ക് എന്താണ് കോസ്റ്റ് എന്ന് അറിയില്ലെങ്കിൽ മാത്രം, അറിയുമെങ്കിൽ അതന്നെ എടുത്താൽ മതി, അറിയില്ലെങ്കിൽ മാത്രം ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കാൻ സാധിക്കും. പിന്നെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്, ഇംപ്രൂവ്മെന്റ് എക്സ്പെൻഡിച്ചറിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇൻക്ലൂഡ്സ് ഇംപ്രൂവ്മെന്റ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ പ്രീവിയസ് ഓണർ. അപ്പോൾ പ്രീവിയസ് ഓണർക്ക് ഉണ്ടായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് എക്സ്പെൻഡിച്ചറും നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സ്പെൻഡിച്ചർ ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇംപ്രൂവ്മെന്റ് എക്സ്പെൻഡിച്ചറിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് എക്സ്പെൻഡിച്ചർ എടുക്കാം, അതുപോലെ പ്രീവിയസ് ഓണർക്ക് ഉണ്ടായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് എക്സ്പെൻഡിച്ചറും നമുക്ക് ഇംപ്രൂവ്മെന്റ് എക്സ്പെൻഡിച്ചർ ആയിട്ട് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാവുന്നതാണ്. പിന്നെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത്, ആക്ച്വലി പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ കിട്ടിയ ഡേറ്റ് മുതലാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷെ ഈ കേസസിൽ, അതായത് സെക്ഷൻ 49(1) പറഞ്ഞിട്ടുള്ള കേസസിൽ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഓഫ് ദ പ്രീവിയസ് ഓണർ ഷാൽ ബി കൺസിഡേർഡ് ഫോർ ക്ലാസിഫൈങ് ദ അസറ്റ് ഇൻടു ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ഓർ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. പ്രീവിയസ് ഓണർക്ക് എന്നാണോ അസറ്റ് കയ്യിൽ കിട്ടിയത് ആ ഡേറ്റ് മുതൽ നമുക്ക് പീരീഡ് ഓഫ് ഹോൾഡിംഗ് എടുത്തിട്ട് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്നുള്ളത് തീരുമാനിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഒരു വീടിന്റെ എക്സാമ്പിൾ. എനിക്ക് ഒരാൾ ഫ്രീ ആയിട്ട് ഒരു വീട് തന്നു, അയാൾ അത് 2010 വാങ്ങിച്ചിരിക്കുന്നത്, എനിക്ക് 2020 അയാൾ അത് തരികയാണ്, ഞാൻ എന്നിട്ട് 2022 അത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് 2020 to 22, അതായത് 2 കൊല്ലം അല്ല, പകരം ഏത് മുതൽ എടുക്കണം, 2010 മുതൽ എടുക്കണം. കാരണം പ്രീവിയസ് ഓണറുടെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് കൂടെ എന്റെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ആയിട്ട് എനിക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്തതാണ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഇയറത്തെ ഇൻഡെക്സ് ആണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ആക്ച്വലി നമുക്ക് കിട്ടുക അവൈലബിൾ ഫ്രം ദ ഇയർ വെൻ ദ കറണ്ട് ഓണർ ഫസ്റ്റ് ഹെൽഡ് ദ പ്രോപ്പർട്ടി. ഇപ്പൊ ഈ ഒരു കേസിൽ ഞാൻ പറഞ്ഞു എന്റെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് 2010 മുതൽ എനിക്ക് എടുക്കാം അല്ലെ, അതുകൊണ്ട് തന്നെ അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നുള്ള രീതിയിൽ എടുക്കാം. പക്ഷേ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഞാൻ എടുക്കുന്ന സമയത്ത് എന്നാണോ എന്റെ കയ്യിൽ ആ അസറ്റ് കയ്യിൽ വന്നത് ആ ഡേറ്റത്തെ ഇൻഡെക്സേഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് 2020 അസറ്റ് കയ്യിൽ കിട്ടിയതെങ്കിൽ 2020 ഇൻഡെക്സ് ആണ് ഞാൻ ഡിനോമിനേറ്ററിൽ എടുക്കാൻ പറ്റുള്ളൂ. ന്യൂമറേറ്ററിൽ പിന്നെ ഞാൻ ഏത് കൊല്ലാണോ വിൽക്കുന്നത് ആ കൊല്ലത്തെ എടുക്കും. ഡിനോമിനേറ്ററിൽ ആക്ച്വലി നമ്മൾ ഏതാണ് എടുക്കുക, എന്നാണ് നമുക്ക് കിട്ടിയത് ആ സമയത്തല്ലേ എടുക്കുക. അപ്പൊ ഇതിൽ പീരീഡ് ഓഫ് ഹോൾഡിംഗ് നമുക്ക് മുന്നത്തെ മുതൽ എടുക്കാൻ പറ്റുമെങ്കിലും ഇൻഡെക്സേഷൻ നമുക്ക് എന്ന് മുതലേ എടുക്കാൻ പറ്റുള്ളൂ, എന്നാണോ നമുക്ക് കയ്യിൽ കിട്ടിയത് അന്ന് മുതലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതിൽ വന്നിട്ട് ഇൻഡെക്സേഷൻ ബെനിഫിറ്റിന്റെ കേസിൽ നമുക്കൊരു വെൽ ഡിസൈഡഡ് കേസ് ലോ ഉണ്ട്, ആ കേസ് ലോ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഈ പോയിന്റും കൂടെ പറഞ്ഞിട്ട് ആ കേസ് ലോ കൂടെ പറഞ്ഞുതരാം. അപ്പോൾ കേസ് ലോ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റും പ്രീവിയസ് ഓണർ വാങ്ങിച്ച ഡേറ്റ് മുതലുള്ള ഇൻഡെക്സേഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പൊ അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. എനിവേ, അപ്പൊ അതിനു മുന്നേ പ്രീവിയസ് ഓണർ ആരാന്നുള്ളത് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു. പ്രീവിയസ് ഓണർ മീൻസ് ദ ലാസ്റ്റ് ഓണർ ഹു അക്വയർഡ് സച്ച് അസറ്റ് ത്രൂ എ മോഡ് അതർ ദാൻ ദ മോഡ്സ് മെൻഷൻഡ് അബോവ്. അതായത് നമ്മൾ സെക്ഷൻ 49(1) കുറെ മോഡ്സ് പറയുന്നുണ്ട്, അതായത് വിൽ, ട്രാൻസ്ഫർ, സക്സഷൻ, ഇൻഹെറിറ്റൻസ്, ഡിവല്യൂഷൻ ഒക്കെ പറയുന്നുണ്ട് അല്ലെ. ആ വഴികളിലൂടെ അല്ലാതെ അസറ്റ് കയ്യിൽ കിട്ടിയ ആളെയാണ് നമ്മൾ പ്രീവിയസ് ഓണർ എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ എനിക്ക് എന്റെ അച്ഛൻ ഒരു പ്രോപ്പർട്ടി തന്നു വിചാരിക്കാം, അച്ഛൻ അത് അച്ഛന്റെ അച്ഛൻ കൊടുത്തതാണ്. ഓക്കെ, അപ്പൊ അച്ഛനും അത് ഫ്രീ ആയിട്ട് കിട്ടിയതാണല്ല എന്റെ മീനിങ്. അതെ, അപ്പൊ ആ ഒരു കേസിൽ എന്റെ പ്രീവിയസ് ഓണർ ആരായിരിക്കും, എന്റെ മുത്തശ്ശനായിരിക്കും. പ്രൊവൈഡഡ് എന്റെ മുത്തശ്ശൻ അത് ഫ്രീ ആയിട്ട് കിട്ടിയതല്ല, മുത്തശ്ശൻ വാങ്ങിച്ച പ്രോപ്പർട്ടി ആണെങ്കിൽ. ഇനി അത് മുത്തശ്ശനും വാങ്ങിച്ച പ്രോപ്പർട്ടി ആണെങ്കിലോ, അപ്പൊ മുത്തശ്ശൻ ആരാണോ കൊടുത്തത്, അപ്പൊ മുത്തശ്ശന്റെ അച്ഛനാണെങ്കിൽ അങ്ങനെ. അപ്പൊ എത്രത്തോളം ബാക്കിലേക്ക് പോകണമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ പ്രീവിയസ് ഓണറെ കണ്ടുപിടിക്കാൻ അല്ലെ. എനിവേ, അത്ര കൺഫ്യൂസിംഗ് ആയിട്ട് നമുക്ക് എക്സാം പോയിന്റിലൊന്നും വരില്ല, പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് പ്രീവിയസ് ഓണർ. ഇനി അടുത്തത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റിന്റെ കാര്യം ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മളിവിടെ പറയുന്നത് പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് പ്രീവിയസ് ഓണറിന്റെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് മുതൽ എടുക്കാം, ക്യാപിറ്റൽ അസറ്റ് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് തീരുമാനിക്കാൻ. അതേസമയം ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അസസിക്ക് എന്നാണോ ആദ്യമായിട്ട് ആ പ്രോപ്പർട്ടി കയ്യിൽ വന്നത് ആ ഡേറ്റ് മുതലേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആ ഒരു കേസിൽ അത് നമുക്ക് നല്ലോണം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അപ്പൊ അത് ബുദ്ധിമുട്ടുണ്ടായ ഒരാൾ അതിന് കേസ് കൊടുത്തു. അങ്ങനെ വെൽ ഡിസൈഡഡ് ആയിട്ടുള്ള ഒരു കേസാണ് ഇത്. CIT വേഴ്സസ് മഞ്ജുള ജെ ഷാ
ബോംബെ ഹൈക്കോർട്ടിന്റെ വിധി പ്രകാരമാണ് ഇത്. അപ്പൊ ഓണറബിൾ ബോംബെ ഹൈക്കോർട്ട് ഹെൽഡ് ദാറ്റ് ഇൻഡെക്സ് ബെനിഫിറ്റ് ഇസ് അവൈലബിൾ ഫ്രം ദ ഇയർ ഇൻ വിച്ച് അസറ്റ് വാസ് അക്വയർഡ് ബൈ ദ പ്രീവിയസ് ഓണർ or for the year beginning on the first day of April 1981 whichever is later. അതായത് പ്രീവിയസ് ഓണർക്ക് എന്നാണോ അസറ്റ് കിട്ടിയത് അല്ലെങ്കിൽ പ്രീവിയസ് ഓണർ എന്നാണോ ആ അസറ്റ് അക്വയർ ചെയ്തത് ആ ഡേറ്റ് മുതൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുത്തോളാനുള്ള അനുമതിയാണ് ഈ ഒരു കോടതി വിധിയിലൂടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ CIT വേഴ്സസ് മഞ്ജുള ജെ ഷാ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും വേണമെങ്കിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് പ്രീവിയസ് ഓണറുടെ പീരീഡ് മുതൽ എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ എനിക്ക് 2020 ഇൻഡെക്സേഷൻ ആയിട്ട് എടുക്കണ്ട, പകരം 2010 തന്നെ എനിക്ക് ഇൻഡെക്സേഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് ഓൾ ദ ഇയർ ബിഗിനിങ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ 1981 എന്നുള്ളത്. അതെന്താണെന്നും കൂടെ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഇപ്പൊ പഠിക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾ നോക്കിയാൽ കാണും. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് 1/4/2001 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. 100 ബേസ് ഇൻഡെക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് 1/4/2001 മുതലുള്ളതാണ്, 2001 മുതലുള്ളതാണ്. അതിന് മുന്നത്തെ ഒക്കെ നമ്മൾ 100 തന്നെ എടുക്കുള്ളൂ. അപ്പൊ ഈ ഇൻഡെക്സ് ഇപ്പോ കഴിഞ്ഞ വർഷമാണ് വന്നിട്ടുള്ളൂ. അതിന് മുന്നേ നമുക്ക് 1981 ടു ഇപ്പൊ 2017-18 വരെയുള്ള ഒരു ഇൻഡെക്സ് ആയിരുന്നു. അപ്പൊ ഇത് പണ്ടത്തെ കേസിലോ ആയതുകൊണ്ടാണ് ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ 1981 എന്നുള്ളത്. അപ്പൊ പകരം ഇപ്പൊ നമുക്ക് അത് 2001 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് 1/4/2001 മുന്നത്തെ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ 1/4/2001 ഇൻഡെക്സേ എടുക്കാൻ പറ്റുള്ളൂ, അതായത് 100 എടുക്കാൻ പറ്റുള്ളൂ എന്ന്, അത്രേ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ട് 1981 ചിന്തിക്കേണ്ട, ഇത് പണ്ടത്തെ കേസിലോ ആണ്, അതുകൊണ്ടുള്ള വ്യത്യാസമാണ്. ഇപ്പൊ നമുക്ക് അത് 1/4/1981 അല്ല, ഇപ്പൊ പകരം നമുക്ക് 2001 എന്നുള്ളത് അതിനനുസരിച്ചുള്ള മാറ്റമാണല്ലോ, അതുകൊണ്ട് തന്നെ അത് 100 എന്നുള്ളതാണ്. അപ്പൊ പ്രീവിയസ് ഓണർക്ക് എന്നാണോ ഈ അസറ്റ് പ്രീവിയസ് ഓണർ വാങ്ങിച്ചത് 2001 ശേഷമാണെങ്കിൽ ആ കൊല്ലത്തെ ഇൻഡെക്സ് എടുക്കാം, അല്ല 2001 മുന്നേ ആണെങ്കിൽ 100 എന്നുള്ളത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് സെക്ഷൻ 49(1) ഏതെങ്കിലും കേസസ് വന്നു കഴിഞ്ഞാൽ, പൊതുവെ വരാൻ പോകുന്നത് ഗിഫ്റ്റ് ഒക്കെ തന്നെയാണ്, ഗിഫ്റ്റിലൂടെ ഒരാൾക്ക് അസറ്റ് കിട്ടി എന്നൊക്കെ ആയിരിക്കും പറയുക. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് രീതിയിൽ ആൻസർ ചെയ്യണം, രണ്ട് രീതിയിലും ആൻസർ ചെയ്യണം. അതായത് ആദ്യം ഒരു രീതിയിൽ ചെയ്യുന്നതിൽ ഇൻഡെക്സേഷൻ എടുക്കുന്നത്, കോസ്റ്റ് ഓഫ് അക്വിസിഷന്റെ ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത് കറണ്ട് ഓണർക്ക് എന്നാണോ പ്രോപ്പർട്ടി കിട്ടിയത് ആ ഡേറ്റ് മുതലും. പിന്നെ രണ്ടാമത് എങ്ങനെ ചെയ്യണം, മഞ്ജുള ജെ ഷാന്റെ കേസ് പ്രകാരം നമുക്ക് പ്രീവിയസ് ഓണറുടെ ഇൻഡെക്സ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലും ചെയ്യണം. അപ്പൊ അത് ഈ ഒരു കേസിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. ഇപ്പൊ ഏത് ചോദിക്കുന്നുള്ളത് എനിക്ക് ഇത് ചോദിക്കുന്നൊന്നും പറയാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു കേസാണ് എക്സാമിന് ചോദിക്കാം. ക്യാപിറ്റൽ ഗെയിൻ ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ തന്നെയാണ്, അതും PGBP പോലെ തന്നെ ഒരു 10 to 15 മാർക്സിന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ കേസ് ചോദിക്കുന്നു പറയാൻ പറ്റില്ല, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു കേസിലോ മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. നമുക്ക് ഇനി ഇതിന്റെ പ്രോബ്ലം നോക്കാം. മിസ്സിസ് Parminder has jewelry being gifted on 1/4/2005 by her brother Jitendra. Jitendra acquired such asset for ₹60,000 as on 1/7/1995. On 1/7/2002, Jitendra has sworn a diamond worth 25,000 in such jewelry. On 1/4/2009, Mrs. Parminder incurred polish expenditure on such jewelry costing ₹5,000. As on 1/4/2019, Mrs. Parminder sold such jewelry for 12 lakh. Brokerage at 1% of sale value was paid by her. The fair market value of the jewelry as on 1/4/2001 is 2 lakh, 1/4/2005 is 5 lakh, and 1/4/2019 is 7,50,000. Compute capital gain in the hands of Mrs. Parminder for assessment year 2021. ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഒരു മിസ്സിസ് പരമീന്ദർ അവർക്ക് ഒരു ജ്വല്ലറി ഗിഫ്റ്റ് ആയിട്ട് കിട്ടി, അവരുടെ ബ്രദർ ആണ് കൊടുത്തത്. കൊടുത്ത ഡേറ്റ് എന്ന് പറയുന്നത് 1/4/2005. ബ്രദർ എന്നാണ് അത് വാങ്ങിച്ചിരിക്കുന്നത് 1/7/1995 ആ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുള്ളത് 60,000. 2002 അതിനൊരു ഇംപ്രൂവ്മെന്റും വരുത്തിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് 2005 അത് ഗിഫ്റ്റ് ചെയ്തു. 2009 മിസ്സിസ് പരമീന്ദർ അതിൽ ചെറിയൊരു പോളിഷ് എക്സ്പെൻസ് വരുത്തിയിട്ടുണ്ട്. അതിനുശേഷം 2019 അത് വിറ്റു. ഓക്കെ, നമ്മൾക്ക് അപ്പൊ ഇതാദ്യം എന്താണ്, ഇതൊരു ട്രാൻസ്ഫർ അല്ല, എന്താണ് ജിതേന്ദർ പർമീന്ദറിന് കൊടുത്തത് ട്രാൻസ്ഫർ അല്ല, പക്ഷെ പർമീന്ദർ അത് വിൽക്കുന്നത്
ട്രാൻസ്ഫർ ആണല്ലോ. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റിന് പർമീന്ദറിന്റെ കയ്യിലുള്ള ക്യാപിറ്റൽ ഗെയിൻ ആണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് സെയിൽസ് കൺസിഡറേഷൻ തന്നിട്ടുണ്ട്. 12 lakh ആണ് സെയിൽസ് കൺസിഡറേഷൻ. അതില് ബ്രോക്കറേജ് ഉണ്ട് 1%. അപ്പൊ നമ്മൾ അത് ലെസ് ചെയ്തിട്ട് നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ 12 lakh 12 lakhന്റെ 1% ബ്രോക്കറേജ് എക്സ്പെൻസ് അത് ലെസ് ചെയ്തു. അപ്പൊ 11,88,000. ഇതിപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, പരമേന്ദർ അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി വിറ്റു. അപ്പൊ പരമേന്ദർ വിറ്റത് ട്രാൻസ്ഫർ തന്നെയാണ്. അതുകൊണ്ട് അതിന്റെ സെയിൽസ് കൺസിഡറേഷനും അതിന് എക്സ്പെൻസും മൈനസ് ചെയ്ത് നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ നമുക്ക് കിട്ടി. അടുത്തത് നമ്മൾ ഇനി നോക്കേണ്ടത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ്. ഇപ്പൊ പർമീന്ദറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഫ്രീ ആയിട്ടാണ് അസറ്റ് കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ അത് ഗിഫ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അത് ഗിഫ്റ്റ് എന്നുള്ളതിൽ പെട്ടതുകൊണ്ട് തന്നെ അവർക്ക് ഫ്രീ ആയതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല. പക്ഷേ അങ്ങനെയുള്ള കേസിൽ സെക്ഷൻ 49(1) പ്രകാരം നമ്മുടെ ഡീംഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഗിഫ്റ്റ് ചെയ്ത ആളുടെ പ്രീവിയസ് ഓണർ അല്ലെ, പ്രീവിയസ് ഓണർക്കുള്ള കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താണോ അതന്നെയാണ് നമ്മുടെയും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അപ്പൊ പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഓണർ 1/7/1995 അത് വാങ്ങിച്ചിട്ടുള്ളത് 60,000 അല്ലെ. 1/7/1995 ആയതുകൊണ്ട് തന്നെ 2001 മുന്നേ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, 2001 ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്നുകൂടെ പറയാം, 1/7/1995 പ്രീവിയസ് ഓണർ വാങ്ങിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് എടുക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ കൂടെയുള്ള കാര്യമാണ്, വേണമെങ്കിൽ അത് 2001 മുന്നേ വാങ്ങിച്ച അസറ്റ് ആണെന്നുണ്ടെങ്കിൽ 2001 ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കാം എന്നുള്ളതും അതിന്റെ കൂടെ തന്നെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രൈസ് കമ്പയർ ചെയ്യാണ്. ഇപ്പോൾ 1995 60,000 2001 2 lakh ആണ് അതിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ. അതുകൊണ്ട് തന്നെ 2 lakh ആണ് നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ 2 lakh എന്നുള്ളത് എടുത്തു. ഇൻറ്റു 289 എന്ന് പറയുന്നത് 2021 ഇൻഡെക്സ് ആണ്, ഡിവൈഡഡ് ബൈ ഏത് കൊല്ലത്തെ ഇൻഡെക്സ് ആണ് എടുക്കേണ്ടത്. ഇനി അതാണ് അടുത്ത കാര്യം വരുന്നത്. അപ്പോ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഇത് നമ്മൾക്ക് ലോങ് ടേം ആണെന്നുള്ളതിൽ സംശയമില്ല. കാരണം അത് നമുക്ക് 2005 കിട്ടി 2019 വരെ, അല്ലെങ്കിലും നമുക്ക് പ്രീവിയസ് ഓണറുടെ ഹോൾഡിംഗ് പീരീഡ് എടുക്കാവുന്നതുകൊണ്ട് 1995 മുതലുള്ള ഹോൾഡിംഗ് പീരീഡ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുക. അതുകൊണ്ട് തന്നെ 1995 മുതൽ 2019 പറയുമ്പോൾ ഒരുപാട് വർഷമായി. അതുകൊണ്ട് തന്നെ അത് ലോങ് ടേം ആണ്. അപ്പൊ ഇൻഡെക്സ് ആണ്, ഇൻഡെക്സ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇൻഡെക്സ് എടുക്കേണ്ടത് നമുക്ക് എന്നാണോ കയ്യിൽ കിട്ടിയത് ആ കൊല്ലത്തെ ഇൻഡെക്സ് ആയിരിക്കണം. അപ്പൊ ആ കൊല്ലത്തെ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കയ്യിൽ കിട്ടിയത് 2005 അതുകൊണ്ട് 2005 ഇൻഡെക്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 lakh into 289 divided by 117 ചെയ്തു. അപ്പോൾ ഒരു ആൻസർ നമുക്ക് കിട്ടി. പിന്നെ അടുത്തത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. പ്രീവിയസ് ഓണർക്ക് ഉണ്ടായിട്ടുള്ള കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് നമുക്കും ലെസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് പ്രീവിയസ് ഓണർക്ക് ഉണ്ടായിട്ടുള്ള കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എത്രയാണ്, 25,000 അല്ലെ. ഒരു ഡയമണ്ട് വെച്ച് പിടിപ്പിച്ചത് അത് 2002 അതുകൊണ്ട് തന്നെ അതിന് 2002 തന്നെ ഇൻഡെക്സ് എടുത്താൽ മതി. 2001 ശേഷം ആകുമ്പോൾ പിന്നെ ആക്ച്വൽ ഇൻഡെക്സ് എന്താണോ അത് തന്നെയാണ് എടുക്കുക. അപ്പൊ അതിൽ നമ്മൾ 289 into 105 എന്ന് പറഞ്ഞിട്ട് തന്നെ എടുത്തു. കോസ്റ്റ് ഓഫ് അക്വിസിഷനിൽ മാത്രമാണ് നമുക്ക് എന്നാണോ കയ്യിൽ കിട്ടിയത് ആ ഡേറ്റത്തെ ഇൻഡെക്സ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് നോട്ട് ചെയ്യുക. അതായത് കോസ്റ്റ് ഓഫ് അക്വിസിഷനിലാണ് നമുക്ക് കയ്യിൽ കിട്ടിയ ഡേറ്റത്തെ ഇൻഡെക്സ് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളത്. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ആണെങ്കിൽ പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എടുക്കാം, അന്നത്തെ തന്നെ ഇൻഡെക്സും നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ 105 എന്നുള്ളത് 2002 ഇൻഡെക്സ് ആണ്. അപ്പൊ ഇതിൽ 25,000 എടുത്തിട്ടുള്ളൂ. ശരിക്കും പരമീന്ദറിന് ആക്ച്വലി അവരുടെ കയ്യിൽ നിന്ന് ഒരു പോളിഷ് എക്സ്പെൻഡിച്ചർ ഒരു 5,000 വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് എടുക്കാത്ത ചോദിച്ചാൽ, പോളിഷ് എക്സ്പെൻഡിച്ചർ വരുത്തിയോണ്ട് അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് അവർ എടുക്കുന്നില്ല. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിന് ഇംപ്രൂവ്മെന്റ് കോസ്റ്റ് എന്ന് പറയുള്ളൂ. ചെറിയ ചെറിയ ചെലവിനൊന്നും നമുക്ക് ഇംപ്രൂവ്മെന്റ് കോസ്റ്റ് ആയിട്ട് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എങ്കിലും ആവണം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല, പോളിഷ് ചെയ്യാന്ന് വെച്ചാൽ അതിൽ ആ സെറ്റിന് വില കൂടാനൊന്നും പോണില്ല. ജസ്റ്റ് പോളിഷ് ചെയ്ത് വെച്ചാൽ ലക്ഷങ്ങളൊന്നും അധികം കിട്ടില്ല അല്ലെ. ഒരു തിളക്കം വരും എന്നല്ലാതെ വേറെ ഒരു മാറ്റമില്ല. അതുകൊണ്ടാണ് അത് നമ്മൾ ഡിഡക്ട് ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മുടെ പ്രോബ്ലം. ഇനി ഇതിന്റെ വർക്കിംഗ് നോട്ട് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ ഡിസ്കസ് ചെയ്ത് തരാം. അതായത് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1/4/2005 ആൻഡ് 1/4/2019 ഇറലവെന്റ് ആണ്, നമുക്കത് ആവശ്യമില്ല. 2001 മാസം നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്രീവിയസ് ഓണറുടെ എടുക്കാം, അല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ 1/4/2001 ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. വിച്ച് എവർ ഈസ് ബെനിഫിഷ്യൽ അത് എടുക്കാവുന്നതാണ്. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റിന്റെ കേസിൽ എന്നാണോ ആക്ച്വൽ ഇംപ്രൂവ്മെന്റ് നടന്നത് ആ സമയത്തുള്ള ഇൻഡെക്സേഷൻ തന്നെ എടുക്കാം. പോളിഷ് എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ടും അതിന്റെ വാല്യൂ അത് കാരണം വാല്യൂവിൽ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളത് ലെസ് ചെയ്യാത്തത്. പിന്നെ
ഇപ്പൊ ഇത്രയും നേരം നമ്മൾ നോർമൽ രീതിയിലാണ് ആൻസർ പറഞ്ഞത്. അടുത്തത് നമുക്ക് ഇനി വേണമെങ്കിൽ മഞ്ജുള ജയ്ഷാന്റെ കേസ് ഉപയോഗിച്ചിട്ട് ആൻസർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ആൻസർ ആണ് അവർ 5th പോയിന്റിൽ തന്നിരിക്കുന്നത്. ഹൗവർ ഇൻ കേസ് ഓഫ് CIT വേഴ്സസ് മഞ്ജുള ജയ്ഷാ, ദ ഓണറബിൾ ബോംബെ ഹൈക്കോർട്ട് ഹാസ് ഹെൽഡ് ദാറ്റ് ഇൻഡെക്സ് ബെനിഫിറ്റ് ഈസ് അവൈലബിൾ ഫ്രം ദ ഇയർ ഇൻ വിച്ച് അസറ്റ് വാസ് അക്വയർഡ് ബൈ ദ പ്രീവിയസ് ഓണർ, അല്ലെ, ഓൾ ഫോർ ദ ഇയർ ബിഗിനിങ് ഓൺ ഫസ്റ്റ് ഡേ ഓഫ് April 2001 വിച്ച് എവർ ഈസ് ലേറ്റർ. അപ്പൊ നമ്മൾ ആ വ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡെക്സേഷൻ ചെയ്യുന്ന സമയത്ത് if this view is considered, then indexed cost of acquisition would have been calculated by taking cost inflation index of financial year 2001-2 as denominator, and in that case indexed cost of acquisition will be 5,78,000. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 117 എന്നല്ല എടുക്കുക, പകരം ഏതെടുക്കണം, 100 എടുക്കണം. അപ്പോൾ 100 എടുത്തു കഴിഞ്ഞാൽ, കാരണം എന്തുകൊണ്ട് 100 എടുക്കണത്, നമുക്ക് അവർക്ക് അവർ വാങ്ങിച്ചിരിക്കുന്നത്, അതായത് ജിതേന്ദർ വാങ്ങിച്ചിട്ടുള്ളത് 1995 അതായത് 2001 മുന്നേ ആണ്. അപ്പൊ നമുക്ക് 1995 ഇൻഡെക്സ് അവൈലബിൾ അല്ല, പകരം 2001 മുതലാണ് ഇൻഡെക്സ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ മഞ്ജുള ജയ്ഷാന്റെ കേസ് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 2001 തന്നെ ഇൻഡെക്സ് എടുക്കാം. അപ്പൊ നമുക്ക് 100 എന്നുള്ളത് പകരം എടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കുറച്ചുകൂടെ കുറയും. ഓക്കെ, കാരണം ഇവിടെ കോസ്റ്റ് കൂടുമല്ലോ, അപ്പൊ ക്യാപിറ്റൽ ഗെയിൻ കുറയും. അപ്പൊ പൊതുവെ എല്ലാവരും ആ ഒരു കേസിന്റെ ആ വിധി പ്രകാരം തന്നെയാണ് എല്ലാവരും അത് യൂസ് ചെയ്യും. അത് കാരണം നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ അത്രയും കുറയ്ക്കാലോ. ക്യാപിറ്റൽ ഗെയിൻ എത്രത്തോളം കുറയണോ അത്രത്തോളം നമ്മുടെ ടാക്സും കുറയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പ്രോബ്ലം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിലിപ്പോൾ എക്സ്ട്രാ ആയിട്ടൊന്നുമില്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ട 2 പോയിന്റ്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്നുള്ളത് വരുമ്പോൾ നമുക്ക് എന്നാണോ കയ്യിൽ കിട്ടിയത് ആ ഡേറ്റത്തെ ഇൻഡെക്സേ നോർമലി എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇംപ്രൂവ്മെന്റ് മാത്രം പ്രീവിയസ് ഓണർക്കുള്ള ഇംപ്രൂവ്മെന്റ് ഏത് കൊല്ലം നടന്നോ ആ കൊല്ലം തന്നെ എടുക്കാൻ സാധിക്കും. മഞ്ജുള ജയ്ഷാന്റെ കേസ് പ്രകാരം നമ്മൾ ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് പ്രീവിയസ് ഓണറുടെ ഇൻഡെക്സ് തന്നെ നമുക്കും എടുക്കാനായിട്ട് സാധിക്കും. അടുത്ത ടോപ്പിക്, കേസസ് വേർ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇസ് നോട്ട് അവൈലബിൾ ഈവൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. നമുക്കറിയാം ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ് നമ്മൾ ഇൻഡെക്സ് ചെയ്തിട്ട് ക്യാപിറ്റൽ ഗെയിൻ കണക്കാക്കുന്നത്, അല്ലേ. അപ്പോൾ ചില ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്സ് ഉണ്ട്, അതിന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ അല്ല. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ അല്ല എന്ന് പറയുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും ഇൻഡെക്സ് ചെയ്യാതെ എന്താണോ കോസ്റ്റ് ഉള്ളത് അത് വെറുതെ മൈനസ് ചെയ്യാനേ പറ്റുള്ളൂ. അതായത് ക്യാപിറ്റൽ ഗെയിനിന്റെ എമൗണ്ട് കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ്, അല്ലെ. എന്തായാലും കൂടും, കാരണം ഇൻഡെക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോസ്റ്റ് കൂടും, അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് കുറയും. പക്ഷെ അതേസമയം നമുക്ക് ഇൻഡെക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ കൂടും, അതുകൊണ്ട് തന്നെ ടാക്സും കൂടും. അപ്പൊ ഏതൊക്കെ അസറ്റ്സിനാണ് അങ്ങനെ ഉള്ളത് എന്നുള്ളത് പേര് മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. ചിലതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. അങ്ങനെയുള്ളത് അവിടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റത്തെ ഡിബഞ്ചർ ഓർ ബോണ്ട്. ഡിബഞ്ചറിന്റെ കേസിലും ബോണ്ടിന്റെ കേസിലും ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിലും ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിലും ഒരേപോലെ തന്നെ നമ്മൾ ചെയ്യുള്ളൂ. അതായത് നമ്മൾ ഇൻഡെക്സ് ചെയ്യില്ല. അപ്പോൾ ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ബോണ്ട്സ് ആൻഡ് ഡിബഞ്ചേഴ്സ് അതർ ദാൻ ക്യാപിറ്റൽ ഇൻഡെക്സ്ഡ് ബോണ്ട്സ് ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് ഓർ സോവറിൻ ഗോൾഡ് ബോണ്ട് ഇഷ്യൂഡ് ബൈ RBI അണ്ടർ ദ സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീം 2015. അതായത് ഒന്നോ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റൽ ഇൻഡെക്സ്ഡ് ബോണ്ട് ആയിരിക്കണം, അതാണെങ്കിൽ നമുക്ക് ഇൻഡെക്സ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ RBIയുടെ ഒരു സ്കീം പ്രകാരം സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ഗോൾഡ് ബോണ്ട് ആണെങ്കിലും നമുക്ക് ഇൻഡെക്സ് ചെയ്യാൻ പറ്റും. അല്ലാത്ത തരത്തിലുള്ള ഏത് ബോണ്ട് ആണെങ്കിലും ഏത് ഡിബഞ്ചർ ആണെങ്കിലും നമുക്ക് ഇൻഡെക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ജസ്റ്റ് കോസ്റ്റ് എന്താണോ അത് ലെസ് ചെയ്യുക, ആ കിട്ടുന്നതാണ് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ. അതുപോലെ സ്ലം സെയിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ പറഞ്ഞുതരാം, ജസ്റ്റ് ഈ ടേം മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. അതിന് ഇൻഡെക്സേഷൻ ഇല്ല എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഇക്വിറ്റി ഷെയർസ് ആൻഡ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് റെഫർ ടു ഇൻ സെക്ഷൻ 112A. 112A നമുക്ക് വരുന്ന സെക്ഷൻ ആയിരിക്കും. അപ്പൊ സെക്ഷൻ 112A പറയുന്ന ഇക്വിറ്റി ഷെയർസിനും ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ടിനും ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ അല്ല. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. സർട്ടൻ ട്രാൻസാക്ഷൻസ് ബൈ നോൺ റെസിഡന്റ് ചില ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻസ്, അപ്പൊ അതും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതും അവിടെ ഡിസ്കസ് ചെയ്യാം. ട്രാൻസ്ഫർ ഓഫ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ഫോറിൻ കറൻസിയിൽ വാങ്ങിച്ചിട്ടുള്ള GDR ഒരു റെസിഡന്റ് ഇൻഡിവിജ്വൽ ബീങ് എൻ എംപ്ലോയി ഓഫ് ഇന്ത്യൻ കമ്പനി ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ പോലും ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ അല്ല. ജസ്റ്റ് ഈ പോയിന്റ് മാത്രം ഒന്ന് പഠിച്ചു വെച്ചോളൂ, കാരണം അത് ഓർത്ത് വെക്കുക. നമുക്ക് പ്രോബ്ലം അതുപോലെ ചില ടോപ്പിക്സ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീണ്ടും വരും, അപ്പൊ അത് അവിടെ തന്നെ ഡിസ്കസ് ചെയ്യാം. ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റിന്റെ അതേ ഓർഡറിൽ തന്നെ പോവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ വരും എന്നും പറയണത്. അപ്പോൾ ടെക്സ്റ്റിന്റെ ഓർഡറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ പഠിക്കാൻ എളുപ്പമുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എന്റെ ഓർഡറിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് പിന്നെ വീണ്ടും മറിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ അത് വേണ്ട, ടെക്സ്റ്റിന്റെ ഓർഡറിൽ തന്നെ നമ്മൾ പോകുന്നത്.
അപ്പോൾ വീണ്ടും വരുന്ന ടോപ്പിക്സ് ആണെങ്കിൽ ഞാനപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അല്ലാത്തത് ജസ്റ്റ് അത്രയും അപ്പൊ അതിന് ഇമ്പോർട്ടൻസും ഉള്ളൂ. അപ്പോൾ എക്സാംസ് ഒക്കെ അടുത്തോണ്ടിരിക്കുകയാണ്. എല്ലാവരും ടെൻഷൻ അടിച്ച് പഠിക്കുകയായിരിക്കും അറിയാം. ടെൻഷനൊന്നും ആവണ്ട. നിങ്ങളുടെ ബെസ്റ്റ് പുട്ട് ഇൻ യുവർ ബെസ്റ്റ്. നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് തന്നെ കിട്ടട്ടെ. നല്ല രീതിയിൽ ഇനിയുള്ള ദിവസങ്ങൾ യൂസ് ചെയ്യുക. താങ്ക് യു.